ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂലൈ 20 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഐമെക് പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഊർജിതമാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് 2024 ജൂണിൽ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടി സമാപിച്ചത്. എന്താണ് ഐമെക്? ഉത്തരം: സൗദി അറേബ്യ, ഇന്ത്യ, UAE, യൂറോപ്പ്, US തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന റോഡ്, റെയിൽ, സമുദ്ര ഗതാഗത ശൃംഖല. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പൂർണ്ണരൂപം. ചൈനയുടെ ആഗോള ചരക്കു ഗതാഗത വ്യാപാര സംരംഭമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ബദലായി 2023 സെപ്റ്റംബറിൽ നടന്ന ഡൽഹി ഉച്ചകോടിയിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചത്? ഉത്തരം: പ്രേരണാ സ്ഥൽ. പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കുമിടയിലാണ് പ്രേരണാ സ്ഥൽ ഒരുക്കിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റത്? ഉത്തരം: സിറിൽ രാമഫോസ. ഏത് എഴുത്തുകാരിയുടെ പേരിലാണ് അടുത്തിടെ UAPA ചുമത്തിയത്? ഉത്തരം: അരുന്ധതി റോയ്. കശ്മീർ വിഷയത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ചാണ് നടപടി. തിരുവനന്തപുരത്ത് എവിടെയാണ് നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്? ഉത്തരം: മുട്ടത്തറ. പദ്ധതിക്കായി 4 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാരിൽ നിന്ന് നാവികസേന വിലയ്ക്ക് വാങ്ങിയിരുന്നു. മുട്ടത്തറയിൽ ആസ്ഥാനവും വിഴിഞ്ഞം ഭാഗത്ത് കടലിൽ കപ്പലുകൾക്കുള്ള ബർത്തുമാണ് പദ്ധതിയിലുള്ളത്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ കിരീടം നേടിയ ഇന്ത്യക്കാരി? ഉത്തരം: ദിവ്യ ദേശ്മുഖ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന മത്സരത്തിൽ ബൾഗേറിയയുടെ ബെലോസ്ലാവ ക്രസ്തവയെ കീഴടക്കിക്കൊണ്ടാണ് നാഗ്പൂർ സ്വദേശിയായ ദിവ്യ കിരീടം നേടിയത്. കൊനേരു ഹംപി, ദ്രോണവല്ലി ഹരിക്, സൗമ്യ സ്വാമിനാഥ് എന്നിവർക്ക് ശേഷം ഈ ബഹുമതി നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരിയാണ് ദിവ്യ. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം: ഓം ബിർല. കോൺഗ്രസിലെ ബൽറാം ജാക്കറിനു ശേഷം തുടർച്ചയായ 2ാം തവണയും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ്. കോട്ട മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഒഡീഷയിൽ നിന്നുള്ള BJP MPയായ ഭർതൃഹരി മെഹ്താബ് ആയിരുന്നു 18ാം ലോക്സഭയിലെ പ്രോടൈം സ്പീക്കർ. സർക്കസ് കഥകളിലൂടെ പ്രശസ്തി നേടിയ അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരൻ? ഉത്തരം: ശ്രീധരൻ ചമ്പാട്. സർക്കസിലെ ട്രപ്പീസ് കലാകാരനായും PRO ആയും സർക്കസ് കമ്പനി മാനേജരായും പ്രവർത്തിച്ചിരുന്നു. അന്യോന്യം തേടി നടന്നവർ, കോമാളി, റിംഗ്, അന്തരം, കൂടാരം തുടങ്ങിയവ നോവലുകൾ രചിച്ചു. തമ്പ് പറഞ്ഞ ജീവിതം ആത്മകഥ, തമ്പ്, മേള എന്നീ സിനിമകൾക്ക് തിരക്കഥ രചിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയത്? ഉത്തരം: ഡോക്ടർ KG പൗലോസ്. സംസ്കൃത പണ്ഡിതനും കൽപ്പിത സർവകലാശാലയായ കേരള കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലറുമാണ്. ഉത്തരേന്ത്യ, ദക്ഷിണേന്ത്യ എന്ന് തിരിച്ചു 3 ഭാഷാ സമ്മാനങ്ങളാണ് അക്കാദമി ഇക്കുറി പ്രഖ്യാപിച്ചത്. ഉത്തരേന്ത്യൻ മേഖലയിൽ നിന്ന് ഹിന്ദി സാഹിത്യ നിരൂപകനായ ഡോക്ടർ പുരുഷോത്തം അഗ്രവാൾ, പഞ്ചാബി എഴുത്തുകാരൻ പ്രൊഫസർ അവതാർ സിംഗ് എന്നിവർ പുരസ്കാരം നേടി. ഉണ്ണി അമ്മയമ്പലം രചിച്ച അൽഗോരിതങ്ങളുടെ നാട് എന്ന കുട്ടികളുടെ നോവൽ മലയാളത്തിൽ നിന്നുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടി. യുവ എഴുത്തുകാർക്കുള്ള യുവ പുരസ്കാരം മലയാളിയായ R. ശ്യാംകൃഷ്ണൻ രചിച്ച മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചു.
സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ ഇനി കോളനി എന്ന് വിളിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിനെ തുടർന്ന് പകരം ഏർപ്പെടുത്തിയ പേരുകൾ ഏതൊക്കെ? ഉത്തരം നഗർ, ഉന്നതി, പ്രകൃതി തുടങ്ങിയ പേരുകളോ പ്രാദേശികമായ താൽപ്പര്യമുള്ള കലാനുസൃതമായ പേരുകളോ ഉപയോഗിക്കാം. വിസ്തൃതനായ ഏത് എഴുത്തുകാരന്റെ 100ാം ചരമവാർഷികമാണ് 2024 ജൂൺ 3 ആചരിച്ചത്? ഉത്തരം ഫ്രാൻസ് കാഫ്ക. 1883 ജൂലൈ 3 അന്നത്തെ ഓസ്ട്രിയ-ഹംഗറിയിലെ പ്രാഗിലാണ് ജനനം. ക്ഷയരോഗബാധിതനായി 1924 ജൂൺ 3 40ാം വയസ്സിൽ അന്തരിച്ചു. ജർമ്മൻ ഭാഷയിലാണ് രചന നടത്തിയത്. അമേരിക്ക, ദ ട്രയൽ, ദ മെറ്റാമോർഫോസിസ്, ദ നോവെല്ല, ദ കാസൽ എന്നിവ പ്രധാനപ്പെട്ട നോവലുകളാണ്. എ ഹങ്കർ ആർട്ടിസ്റ്റ്, ദ ജഡ്ജ്മെന്റ്, ദ റെഫ്യൂസൽ തുടങ്ങിയവ കഥാസമാഹാരങ്ങൾ. കാഫ്കയുടെ രചനകളിൽ വളരെ കുറച്ചു മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളവ കാഫ്കയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി സുഹൃത്ത് മാക്സ് ബ്രോഡാണ് മരണശേഷം പ്രസിദ്ധീകരിച്ചത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്നത്? ഉത്തരം മാർക്ക് റൂട്ടെ. നിലവിൽ നെതർലൻഡ്സ് പ്രധാനമന്ത്രിയാണ്. കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരനായി അറിയപ്പെടുന്ന മലയാളി അടുത്തിടെ അന്തരിച്ചു. പേര്? ഉത്തരം പി. തങ്കപ്പൻ നായർ. ബംഗാളി ഭാഷ വശമില്ലാത്ത പി. ടി. നായർ 63 ബൃഹത് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ രചിച്ചു. ഇതിൽ 37 കൊൽക്കത്തയെക്കുറിച്ചും ഉള്ളതായിരുന്നു. 1977 ആദ്യമായി പുറത്തിറങ്ങിയ ജോബ് ചർണോക്ക് ഫൗണ്ടർ ഓഫ് കൽക്കത്ത എന്ന കൃതിക്ക് ലഭിച്ച ജനപ്രീതിയാണ് 1990 കൊൽക്കത്തയുടെ 300ാം വാർഷികം ആഘോഷിക്കുന്നതിനിടയാക്കിയത്. എറണാകുളം പറവൂർ ചെന്നമംഗലം സ്വദേശിയായ ഇദ്ദേഹം നായർ ദാദ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ബഹിരാകാശത്ത് 1000 ദിവസം ചെലവഴിച്ച ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം ഒലെഗ് കൊനനെങ്കോ. 5ാം ദൗത്യത്തിലാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 2008 ആദ്യ ബഹിരാകാശ യാത്ര. മറ്റൊരു റഷ്യൻ സഞ്ചാരിയായ ഗെനഡി പദാൽക്കയുടെ 878 ദിവസത്തെ റെക്കോർഡാണ് മറികടന്നത്. 2023 സെപ്റ്റംബറിലാണ് കൊനോനെങ്കോയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ചത്. 2024 സെപ്റ്റംബറിലാണ് മടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 21. 2024 യോഗാ ദിനാചരണ വിഷയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ്. ശ്രീനഗറിൽ 10ാമത് യോഗാ ദിന ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? ഉത്തരം എസ് മണികുമാർ. 2024 ജൂൺ 19 അന്തരിച്ച സി വി ചന്ദ്രശേഖർ ഏതു നിലയിൽ പ്രശസ്തിയാർജിച്ച വ്യക്തിയായിരുന്നു? ഉത്തരം ഭരതനാട്യ നർത്തകൻ. ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 129. 146 രാജ്യങ്ങളാണ് സൂചികയിലുള്ളത്. നിയമസഭാ ചട്ടങ്ങളിലെ മാറ്റം. കേരള നിയമസഭാ ചട്ടങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ. അഡ്ജോൺമെന്റ് മോഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് അടിയന്തര പ്രമേയം എന്നുപയോഗിക്കുന്നതിന് പകരം ഇനി നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നുപയോഗിക്കണം. സത്യപ്രതിജ്ഞയ്ക്കു പകരം ഉപയോഗിക്കുക ശപഥം എന്ന വാക്കായിരിക്കും. അവിശ്വാസ പ്രമേയം അവിശ്വാസ രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം എന്നുമാക്കി. സഭാചട്ടങ്ങളുടെ മലയാള പരിഭാഷ ആധികാരികമാക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട മാത്യു ടി തോമസ് അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സ്പീക്കർ മാറ്റങ്ങൾക്ക് അനുമതി നൽകിയത്.
ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.